ജോർജിയയിൽ ഭയങ്കര ചില്ലിങ് ആണെന്നാണ് റിയാസോട് വന്നിട്ട് പറഞ്ഞത്. നോക്കാം നമുക്ക് ടിബിലിസിയിലുള്ള ഫ്രഷേഴ്സ് എങ്ങനെയാവുന്നുള്ളത്. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ടിബിലിസിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് കുറേ മഞ്ഞ് മൗണ്ടൻസ് ഉണ്ട്, കൗക്കസസ് ആ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മുടെ ടീമും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭൂരിഭാഗം കുട്ടികളും സ്നോ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നേരിട്ട് കണ്ടറിയാം. ഇതാണ് ഡ്രൈവർ, പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നമ്മളിപ്പോൾ ഗോദാവരി പോകുന്ന റൂട്ടിലുള്ള അനാനൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തേക്കണം. ഇന്ന് നമ്മുടെ ജോർജിയയിലുള്ള സ്റ്റുഡൻസിന്റെ ഫ്രഷേഴ്സ് പാർട്ടിയാണ്. നമ്മളത് ദിഗോമി എന്ന് പറഞ്ഞുള്ള ജോർജിയയിലെ ടിബിലിസിയിലുള്ള ഒരു സ്ഥലത്താണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പരിപാടിയിലേക്ക് പോവാണ്. എല്ലാ സ്റ്റുഡൻസും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇവരുടെ കരിയർ, അതേപോലെ തന്നെ മുന്നോട്ടേക്കുള്ള എക്സാംസ്, അതിലുള്ള കാര്യങ്ങൾ, പിന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങി അവരുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ. ആ ക്ലാസ്സുകൾ ആദ്യം ഒന്ന് തുടങ്ങി, അതിനുശേഷം പിന്നെ അവരുടെ പ്രോഗ്രാംസ്, ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പാർട്ടിയൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് ടിബിലിസിയിലുള്ള ഫ്രഷേഴ്സ് എങ്ങനെയാവുന്നുള്ളത്. ഓക്കെ, കുട്ടികൾ ആരൊക്കെ, എന്തൊക്കെ, ഏതൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ എന്നുള്ളത് നോക്കാം. വിക്രമാവോ? ഡാൻസ് മാസ്റ്റർ വിക്രമാവോ? അതെ, ഡാൻസ് മാസ്റ്റർ വിക്രം. നമ്മളെല്ലാവരും ഇവിടെ ജോർജിയയിൽ ഭയങ്കര ചില്ലിങ് ആണെന്നാണ് റിയാസോട് വന്നിട്ട് പറഞ്ഞത്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു നമുക്കൊരു വഴി അറിയെങ്കിൽ അതിൽ കൂടെ നടന്നങ്ങോട്ട് പോവാം അല്ലേ? വഴി അറിയില്ലെങ്കിൽ പല സ്ഥലത്ത് നടന്നു നോക്കേണ്ടി വരും എങ്ങനെയാണ് അവിടെ എത്തുക എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ഇതിലേക്ക് പോവാം. ഇപ്പൊ കലാപരിപാടികൾ ആരംഭിച്ചാലോ? ആൾക്കാർ മാരക ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അവിടെ പോയപ്പോ കണ്ട് ഫുൾ ഡാൻസ്. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കേക്ക് മുറിക്കാം. സ്ലോ മോഷൻ സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ചേച്ചിന്ന് പുറത്തേക്ക് വരണോ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് ഇനി ട്രിപ്പ്. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ടിബിലിസിയിൽ സാധാരണ അങ്ങനെ മഞ്ഞ് പെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കുട്ടികളുടെ ഭയങ്കര ആഗ്രഹമാണ് മഞ്ഞുള്ള സ്ഥലത്തിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത്. ടിബിലിസിയിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് കുറേ മഞ്ഞ് മൗണ്ടൻസ് ഉണ്ട്, കൗക്കസസ് ആ ഒരു ഭാഗങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെയും കൂട്ടിയിട്ട് ഫുൾ ടീമോട് കൂടെ, നമ്മുടെ ടീമും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് കുട്ടികളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഭൂരിഭാഗം കുട്ടികളും സ്നോ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരിട്ട് കണ്ടറിയാം. പിന്നെ ഒരു മൂഡ് എങ്ങനെയാ? ഇവനെ കാണണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു 10 പ്രാവശ്യം രാവിലെ ഉറങ്ങുക, ഉച്ചക്ക് ഉറങ്ങുക, രാത്രി ഉറങ്ങുക, എണീച്ചിരിക്കുന്ന സമയത്താണെന്ന് പറയണം. ഫുൾ വൈബ്. പിന്നെ അടിപൊളി എല്ലാരും ക്യാമറ പേടിക്കണ്ട, റെഡിയാക്കി തരാം. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. നമ്മളിപ്പോൾ ഗോദാവരി പോകുന്ന റൂട്ടിലുള്ള അനാനൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാണേണ്ട ഒരു സ്ഥലമാണ് ഈ അനാനൂരി എന്ന് പറയുന്നത്. അടിപൊളിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:30 ഇനിയിപ്പോൾ ഒരു മണിക്കാണ് ഗോദാവരി എത്തുക. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഒരു ദിനം ഇളമുളങ്കാട്ടിലെ നീറുകൾ അനേകം നെബുലകൾ കടന്നേ. അപ്പോൾ നമ്മളിപ്പം ഗോദാവരി എത്തി. ഗോദാവരി ഏറ്റവും ടോപ്പിലാണുള്ളത്. നല്ല തണുപ്പുണ്ട്. ഓൾമോസ്റ്റ് -10. എത്രയാടാ ടെമ്പറേച്ചർ? ഓൾമോസ്റ്റ് -10 കണ്ടില്ലേ. മഞ്ഞെടുത്ത് എറിയായിട്ട് ഇവരൊക്കെ എന്താവുന്നുള്ള രണ്ടു വാക്ക് പറയോട്ടെ നിറക്ക. എന്താ കല്ലോ എങ്ങനെയുണ്ട്? സെറ്റ് അടിപൊളി. ഐസ് ഔട്ടാ. മഞ്ഞെടുത്ത് എറിയായി തണുപ്പത്ത്. അവസ്ഥ മുഖമൊന്നും തൊട്ടറിയില്ലടാ. മേലാൽ ഇങ്ങോട്ട് വരൂലെന്നാ. നീ എന്തോടാ കാട്ടിച്ചു വെച്ചേക്കുന്നത്? ഞാനല്ലേ കാട്ടി, ഇവരെ കാട്ടി. ഐസിന് മുങ്ങി കിടക്കുകയാണ്. എടാ നിന്നൊക്കെ ഞാൻ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? തൊട്ടിട്ട് അറിയണ്ട നീ? ഇല്ല, ഇങ്ങനെ നിക്കല്ലേ. ഐസാവാ നീ എന്താ മഞ്ഞെടുത്ത് തരുന്നതാ? മഞ്ഞെടുത്ത് തരുന്നതാ നല്ല കാര്യം. ഇനി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് ആഗ്രഹിക്കണ്ട. ഇവക്ക് എന്തിന്റെയോ കേടാണ്. ഇവക്ക് എന്താ പ്രശ്നമുണ്ട്? അതെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് ഇവിടെ നമ്മൾ കഴിക്കുകയാണ്. പക്ഷേ ഈ തണുപ്പത്ത് എങ്ങനെ കഴിക്കുന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മഞ്ഞത്തുള്ള ബിരിയാണി എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കൈ മരിച്ച് ചിക്കൻ പോലും എടുക്കാൻ പറ്റുന്നില്ല. കൈ ഉണ്ടെന്ന് തന്നെ അറിയണില്ല. തിന്നത് വിചാരിച്ചിട്ട് ചതി ചെയ്തത് വേറെ ലെവൽ. തണുക്കുന്നുണ്ട് പെട്ടെന്ന് കഴിച്ചെടുക്കാൻ.